ചന്ദ്രനിൽ കുടിവെള്ളം കണ്ടെത്തി മൂത്രത്തിൽ നിന്ന് എന്ന പേരിൽ ഒരു പത്രവാർത്ത ഈയിടെ വരികയുണ്ടായി. അതായത് ചാന്ദ്രദൗത്യത്തിന് പോകുന്നവർ ഒഴിക്കുന്ന മൂത്രം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിവുള്ള ബഹിരാകാശ വസ്ത്രം ശാസ്ത്രലോകം കണ്ടെത്തി എന്നാണ് വാർത്ത. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചാന്ദ്ര ഗവേഷണത്തിനൊരുങ്ങുന്ന ശാസ്ത്രലോകത്തിന് ആവേശം പകരുന്ന നേട്ടമാണ് ഇത് എന്ന് പത്രം പറയുന്നു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969-ലാണ്. നീൽ ആംസ്ട്രോങ് അടക്കം 12 പേർ ഇതുവരെ 6 ഘട്ടങ്ങളിലായി ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അന്ന് അവർ പരമാവധി 3 ദിവസത്തിൽ താഴെയാണ് ചന്ദ്രനിൽ ചെലവഴിച്ചത്. പക്ഷേ ഇപ്പോൾ മനുഷ്യൻ ഒരുങ്ങുന്നത് മാസങ്ങളോളം ചന്ദ്രനിൽ തങ്ങി ഗവേഷണങ്ങൾ നടത്താനാണ്. നാസയും ISROയും ചൈനയുടെ CNSAയും ജപ്പാൻ്റെ ജക്സയുമെല്ലാം ഇപ്പോൾ ബഹിരാകാശ വിജയത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാണ്. എന്നാൽ ഇത്തരം ദൈർഘ്യമേറിയ ചാന്ദ്ര ദൗത്യങ്ങളിൽ ഏറ്റവും വലിയ വെല്ലുവിളി കുടിവെള്ളം ലഭ്യമാക്കുക എന്നതാണ്. അതിജീവനത്തിൻ്റെ ഈ സമസ്യയ്ക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രലോകം. യാത്രികരുടെ മൂത്രം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാൻ കഴിവുള്ള ബഹിരാകാശ വസ്ത്രം വികസിപ്പിച്ചെടുക്കുന്നതിൽ ശാസ്ത്രം വിജയിച്ചിരിക്കുന്നു. ന്യൂയോർക്കിലെ ശാസ്ത്ര ഗവേഷകരാണ് ഇതിന് പിന്നിൽ. പ്രത്യേകം തയ്യാറാക്കിയ അടിവസ്ത്രത്തിനുള്ളിൽ സിലിക്കൺ നിർമ്മിതമായ കപ്പ് ഘടിപ്പിച്ച് അതൊരു വാക്വം പമ്പുമായി ബന്ധിപ്പിച്ചിരിക്കും. മൂത്രം ഒഴിക്കുന്ന സമയം ഇത് പ്രവർത്തിക്കും. മൂത്രം നേരെ ഒരു ശുദ്ധീകരണ സംവിധാനത്തിലേക്ക് പോവുകയും 5 മിനിറ്റിനുള്ളിൽ കുടിവെള്ളമായി മാറുകയും ചെയ്യും. 2029-ൽ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ നാസ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ചാന്ദ്ര ദൗത്യം ഏറ്റെടുത്ത സഞ്ചാരികളുടെ കുടിവെള്ളം മൂത്രമായിരിക്കും. അപ്പോൾ മൂത്രപാനം ഒരു പഴഞ്ചൻ ഏർപ്പാടല്ല, ഏറ്റവും ആധുനികമായ ശാസ്ത്രീയ പാനീയമായി മൂത്രം മാറുകയാണെന്നർത്ഥം. നന്ദി, നമസ്കാരം.